ലിംഗവ്യത്യാസങ്ങളെ സംബന്ധിച്ച പരമ്പരാഗത മാതൃകയിൽ നിന്നോ ജന്മനാൽ ഉണ്ടായിരുന്ന ലിംഗത്തിൽ നിന്ന് വ്യതിയാനം പ്രദർശിപ്പിക്കുന്നതോ അഥവാ അതിന് അനുയോജ്യമല്ലാത്ത ജെൻഡർ ഐഡന്റിറ്റി, ബിഹേവിയർ, ജെൻഡർ എക്സ്പ്രഷൻ കാണിക്കുന്ന മനുഷ്യരെ പൊതുവായി വിശേഷിപ്പിക്കുന്ന പദമാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ഇവരെ ട്രാൻസ് മാൻ എന്നും ട്രാൻസ് വുമൺ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. സമൂഹത്തിൽ ഏറെ അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ഒരു ലിംഗവിഭാഗമായ ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാനും അതുവഴി സാമൂഹികപരമായും സാംസ്കാരികപരമായും സാമ്പത്തികപരമായുമുള്ള ഉന്നമനം കൈവരിക്കാനും അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ധാരാളം പദ്ധതികൾ ഇവർക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. 2014 ഏപ്രിൽ 14 സുപ്രീം കോർട്ടിൻ്റെ വിധി ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയതും. ഭരണഘടനാ മൂല്യങ്ങൾ ജീവിത സംസ്കാരമായി മാറുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കേരളത്തിൽ ഇവർക്കായി നിലവിൽ വന്ന പദ്ധതികളാണ് പ്രതിഭാ പദ്ധതി, അനന്യം പദ്ധതി, യത്നം, ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് മത്സര പരീക്ഷകൾക്കുള്ള ധനസഹായ പദ്ധതി, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള കരുതൽ പദ്ധതി, വർണ്ണം, സഫലം പദ്ധതി, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള സ്വയം തൊഴിൽ ധനസഹായം, സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങി ധാരാളം പദ്ധതികൾ കേരള സർക്കാർ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനായി ഒരുക്കിയിരിക്കുന്നു. ഇവയോരോന്നും എന്താണെന്നറിയാനും PSC പരീക്ഷകളിൽ ഇവയുടെ പ്രാധാന്യം മനസ്സിലാക്കാനുമായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക.